2003 മെയ് 25 വൈകുന്നേരം അംഗോളയുടെ തലസ്ഥാനമായ ലുവാർഡ കോട്രോ ഡെ ഫെവറിക്കോ വിമാനത്താവളം. ആഴ്ചകളായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു യാത്രാ വിമാനത്തിനടുത്തേക്ക് രണ്ടുപേർ നടന്നെടുക്കുന്നു. വിമാനത്താവള അധികൃതർ ശ്രദ്ധിക്കുന്നതിന് മുൻപേ ഈ ബോയിങ് 727-223 വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു. അന്ന് വരെ കേട്ടിട്ട് പോലുമില്ലാത്ത രീതിയിലുള്ള ഒരു വിമാന മോഷണമായിരുന്നു അവിടെ നടന്നത്. ഇന്നും ദുരൂഹമായി തുടരുന്ന കഥയാണ് ബോയിങ് 727-223-ന്റേത്. N844AA എന്നറിയപ്പെടുന്ന ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ഇന്നും വ്യക്തമല്ല. ഏവരെയും ആകാംക്ഷയുടെ മുൾമുനിൽ നിർത്തുന്ന സംഭവങ്ങളായിരുന്നു അംഗോളയിലെ ലുവാഡയിലെ കോട്രോ ഡെ ഫെവറിക്കോ വിമാനത്താവളത്തിൽ 2003 മെയ് 25 സംഭവിച്ചത്. എന്താണ് N844A വിമാനത്തിന് സംഭവിച്ചത്? ആരായിരുന്നു അങ്ങനെ ഒരു ചൂത്താട്ടത്തിന് മുതിർന്ന രണ്ടുപേർ? ഇൻഷുറൻസ് പണം തട്ടാനുള്ള നാടകമായിരുന്നു ഈ വിമാന റാഞ്ചൽ. ഇനി മോഷ്ടിച്ച വിമാനം ആർക്കെങ്കിലും വിറ്റോ? അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അമേരിക്കൻ എയർലൈൻസിന് കീഴിൽ 1975 രജിസ്റ്റർ ചെയ്ത ബോയിങ് 727-223 വിമാനമായിരുന്നു N844AA. 25 വർഷത്തോളം അമേരിക്കൻ എയർലൈൻസിന് കീഴിൽ ഈ വിമാനം സർവീസ് നടത്തി. 2000 വരെയുള്ള സമയത്തിനുള്ളിൽ 70,000 മണിക്കൂറുകൾ N844AA പറന്നു. ഇതിനുശേഷം പാസഞ്ചർ വിമാനമായിരുന്ന N844AA പിന്നീട് ചരക്ക് വിമാനമാക്കി മാറ്റി. മിയാമിയിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ ഉടമസ്ഥയിലായിരുന്നു പിന്നീട് ഈ വിമാനം. ജോഹൻസാംബർഗിലേക്ക് ഈ വിമാനം കൊണ്ടുപോയി ലേലത്തിൽ വിൽക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. അംഗോളയിൽ 1 വർഷത്തോളം വിമാനത്താവളത്തിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു N844AA വിമാനം പാർക്കിംഗ്. സർവീസ് ചാർജുകളും പിഴവുമെല്ലാം ചേർത്ത് $4 ലക്ഷം നൽകേണ്ട അവസ്ഥയിലായിരുന്നു മോഷ്ടിക്കപ്പെടുമ്പോൾ ഈ വിമാനം ഉണ്ടായിരുന്നത്. 2003 മെയ് 25 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് വൈകുന്നേരം ബോയിങ് 727-223 വിമാനത്തിനടുത്തേക്ക് നടന്നു പോയത് ഫ്ലൈറ്റ് എഞ്ചിനീയറും പൈലറ്റുമായ ബെന്നും മെക്കാനിക്കായ ജോണുമായിരുന്നു. ഈ വിമാനത്തിന്റെ പരിചരണത്തിന് ചുമതലപ്പെട്ടവരായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ അവർ വിമാനത്തിനടുത്തേക്ക് പോകുന്നതോ വിമാനത്തിൽ കയറുന്നതോ അസ്വാഭാവികകരമായ കാര്യമായിരുന്നില്ല. എന്നാൽ പിന്നീട് അവിടെ നടന്നത് അത്ര സ്വാഭാവിക കാര്യങ്ങളായിരുന്നില്ല. വിമാനത്തിൽ കയറിയ 2 പേർക്കും ബോയിങ് 727 പോലുള്ള വലിയ യാത്രാ വിമാനം പറത്താനുള്ള അനുഭവ പരിചയമോ അനുമതിയോ ഉണ്ടായിരുന്നില്ല. കുറഞ്ഞത് 3 പേർ അടങ്ങുന്ന സംഘമാണ് സാധാരണ ഈ വിമാനം പറത്താൻ വേണ്ടത്. മറ്റാരെങ്കിലും വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യവും വ്യക്തമല്ല. വൈകുന്നേരത്തെ അരണ്ട വെളിച്ചത്തിൽ പതിയെ റൺവേയിലൂടെ ആ വിമാനം ചലിച്ചു തുടങ്ങിയത് പോലും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. തെക്കു പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങിയ ഈ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് പറന്നുയർന്നു. 14,000 ഗാലൻ ഇന്ധനം പറന്നുയരുമ്പോൾ ബോയിങ് 727-223 വിമാനത്തിലുണ്ടായിരുന്നു. 2400 കിലോമീറ്റർ പറക്കാൻ ഈ ഇന്ധനം ധാരാളം മതിയാവും. വിമാനത്താവള അധികൃതരുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും നടത്താതെയാണ് റൺവേയിലൂടെ ചലിച്ചതും പിന്നീട് വേഗത കൂട്ടി പറന്നുയർന്നതുമെല്ലാം. എയർ ട്രാഫിക് കൺട്രോളിന് വിവരങ്ങൾ കൈമാറുന്ന സംവിധാനങ്ങളൊന്നും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ സ്ഥാനവും പറന്ന ദിശയും എന്നതടക്കമുള്ള യാതൊരു വിവരവും പിന്നീട് ലഭ്യമായതുമില്ല. ഈ വിമാനത്തിന്റെ തിരോധാനം സംബന്ധിച്ച് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പിന്നീട് പ്രചരിച്ചു. നിയമവിരുദ്ധമായ ചരക്കു നീക്കങ്ങൾക്ക് ഉപയോഗിക്കാനായി ഈ വിമാനം മോഷ്ടിക്കുകയായിരുന്നുവെന്നാണ് ഇതിലൊന്ന്. മയക്കുമരുന്ന് ആയുധക്കടത്തുകൾക്ക് ഈ വിമാനത്തെ ഉപയോഗിച്ചിട്ടുണ്ടാവാമെന്ന് ഈ വാദം മുന്നോട്ട് വെക്കുന്നവർ പറയുന്നു. വിമാനത്തിൽ മോഷ്ടിക്കപ്പെടുന്ന സമയത്ത് ട്രാൻസ്പോണ്ടർ അടക്കമുള്ള യാതൊരുവിധ ആശയവിനിമയ സംവിധാനങ്ങളും പ്രവർത്തിപ്പിച്ചിരുന്നില്ല. ഇതെല്ലാം ഇത്തരത്തിലുള്ള ദുരുപയോഗമായിരുന്നു ലക്ഷ്യമെന്നതിലേക്ക് നയിക്കുന്നുവെന്നും വാദമുണ്ട്. 9/11 ഭീകരാക്രമണം നടന്ന് 2 വർഷത്തിന് ശേഷമായിരുന്നു ഈ ബോയിങ് വിമാനം മോഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ FBI-യും CIA-യും അടക്കമുള്ള അമേരിക്കൻ ഏജൻസികളും ഈ വിമാന മോഷണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. എങ്കിലും ആർക്ക് വിമാന മോഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തെളിവുകളൊന്നും ലഭിച്ചില്ല. കുറഞ്ഞപക്ഷം ആർക്കെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പരസ്യമാക്കിയില്ല. ഇൻഷുറൻസ് പണം തട്ടിയെടുക്കാനാണ് ഈ വിമാനം മോഷ്ടിച്ചതെന്ന വാദവും ഉയരുന്നുണ്ട്. ഉടമകൾക്ക് യാതൊരു പ്രയോജനമില്ലാതെ വിമാനത്താവള അധികൃതർക്ക് പണം നൽകാനായി മാത്രം കിടന്നിരുന്ന വിമാനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വിമാനത്തെ തട്ടിയെടുത്ത് ഇൻഷുറൻസ് തുക സ്വന്തമാക്കാനാണ് ശ്രമിച്ചതെന്നാണ് വാദം. തട്ടിയെടുത്ത വിമാനം രൂപം മാറ്റി മറിച്ച് വിറ്റിട്ടുണ്ടാകുമെന്നാണ് മറ്റൊരു വാദം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഘം തന്നെ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവണം.
ഏറ്റവും സാധ്യതയുള്ള വാദം തട്ടിയെടുത്ത വിമാനം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വീണിട്ടുണ്ടാകാമെന്നതാണ്. വിമാനം മോഷ്ടിച്ചവർക്ക് ഇത്ര വലിയ വിമാനം പറത്തി വലിയ അനുഭവ സമ്പത്തുണ്ടായിരുന്നില്ല. മാസങ്ങളായി നിലത്ത് കിടക്കുന്ന വിമാനം സാങ്കേതിക തകരാർ മൂലമോ പറത്തിയവരുടെ വീഴ്ചകൾ വഴിയോ കടലിൽ തകർന്നു വീഴാൻ സാധ്യതയേറെയാണ്. ഇനി കടലിലല്ല, വിജനമായ പ്രദേശത്താണ് തകർന്നു വീണതെങ്കിലും ഫലം സമാനമായിരിക്കും. ഇത്തരത്തിൽ തട്ടിയെടുത്ത വിമാനത്തിന് സംഭവിച്ച കാര്യത്തെ ചൊല്ലിയുള്ള കഥകൾ പലതുണ്ടെങ്കിലും ഇന്ന് വരെ വസ്തുതയുടെ പിന്തുണയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. N844AA പോലെ വലിയൊരു യാത്രാ വിമാനം അത് നിയന്ത്രിച്ചവരെ അടക്കം ഒരു തെളിവുമില്ലാതെ മാഞ്ഞു പോയെന്നത് ഇന്നും അവിശ്വസനീയമായി തുടരുന്നു.